നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ നൽകി. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത്, LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി, NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട് എന്നിവർ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി ഡെപ്യൂട്ടി റിട്ടേണിംഗ് ഓഫീസർ V വിനോദ് കുമാർ മുൻപാകെയാണ് പത്രിക നൽകിയത്. നിലമ്പൂരിൽ ഇക്കുറി ചരിത്ര വിജയം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം പ്രതികരിച്ചു. 200 ദിവസം കൊണ്ട് 200 കോടിയുടെ വികസനം നടപ്പാക്കാൻ കഴിഞ്ഞു. വരുന്ന 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിലെ മുഴുവൻ കൃഷിയിടങ്ങളിലും വന്യമൃഗങ്ങൾ കയറാതെ സോളാർ വൈദ്യുത വേലി സ്ഥാപിക്കുമെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു. മത്സരം വ്യക്തികൾ തമ്മിലല്ല, മുന്നണികൾ തമ്മിലാണ്. ഇക്കുറി നിലമ്പൂരിൽ ചരിത്ര വിജയം നേടും. പിണറായി സത്തിനെതിരെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോയി. PV അൻവർ നേടിയ വോട്ടുകൾ കൂടി ഇക്കുറി UDFന് ലഭിക്കും. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഇക്കുറി UDFന് ലഭിക്കുമെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു. നിലമ്പൂര് ഇപ്പൊ നമുക്കറിയാം, നിലമ്പൂര് സൗരോർജ വേലി, വന്യമൃഗശല്യത്തിൽ നിന്ന് കൃഷിഭൂമിയെ രക്ഷിക്കാൻ, ജനവാസ കേന്ദ്രങ്ങളെ രക്ഷിക്കാൻ പല പദ്ധതികളിലായി സൗരോർജ വേലിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെ വേലിയിടുന്നു, എത്ര ഭാഗം ഇനി ചെയ്യാനുണ്ട്? ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞേ, നിങ്ങൾ എത്ര ചെയ്യും, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. ബാക്കി പഞ്ചായത്തിന് ചെയ്യാം, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വെക്കാം, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെക്കാം, MLA ഫണ്ട് വെക്കാം, MP ഫണ്ട് വെക്കാം. പക്ഷെ ഇവര് പറയണ്ടേ? ഒരു സംശയം വേണ്ട, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ജനവാസ മേഖലയും കൃഷിഭൂമിയും മുഴുവൻ സൗരോർജ വേലിയിലൂടെ സംരക്ഷിക്കാനുള്ള കർമ്മ പദ്ധതിക്കായിരിക്കും ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അദ്ദേഹം പിടിച്ച വോട്ടെന്ന് പറയുന്നത് പിണറായി വിജയൻ വിരുദ്ധ വോട്ടാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വോട്ട് 2 പെട്ടിയിൽ വീണു. ഒന്ന് PV അൻവറിന് വീണു, ഒന്ന് ആര്യാടൻ ഷൌക്കത്തിനും വീണു. ഇപ്പോ ആര്യാടൻ ഷൌക്കത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ നേരിട്ട് മത്സരമാവുമ്പോൾ അത് എങ്ങോട്ട് പോകുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അല്ല, അത് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കണക്ക്. PV അബ്ദുൾ വഹാബ് MP, അഡ്വക്കേറ്റ് ബാബു മോഹൻ കുറുപ്പ്, NA കരീം, CH ഇക്ബാൽ, ഇസ്മായിൽ മൂത്തേടം എന്നിവരും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുത്തു. നിലമ്പൂരിൽ ഇക്കുറി വിജയം LDFനായിരിക്കുമെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി U ഷറഫ് അലി. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടപ്പിലാക്കിയത്. LDF സർക്കാർ നടപ്പിലാക്കിയ വികസനമാണ് തന്റെ നേട്ടമായി UDF സ്ഥാനാർത്ഥി എടുത്തുകാട്ടുന്നത്. 200 ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ UDFന് കഴിഞ്ഞിട്ടില്ലെന്നും ഷറഫ് അലി പറഞ്ഞു. എല്ലാ മേഖലയിൽപ്പെട്ടവരെയും പരിഗണിക്കുന്ന നിലപാടാണ് LDFനുള്ളത്. കായിക മേഖലയ്ക്കുള്ള അംഗീകാരമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും ഷറഫ് അലി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2000-ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമായിട്ട് നടത്തി. അതിൽ ഏറെക്കുറെ പദ്ധതികളൊക്കെ പൂർത്തിയായതാണ്. ഇനി കുറച്ചൊക്കെ പൂർത്തിയാക്കാനുണ്ട്. നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. അത് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പൂർത്തിയാക്കിയ പദ്ധതികൾ അതിനിടയ്ക്ക് 200 ദിവസം പാഴായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും. UDF ജയിച്ചിട്ടുള്ള MLA ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 10 വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകിയിട്ടുള്ള പദ്ധതികൾ മാത്രമേ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ബാക്കിയുള്ള പദ്ധതികൾ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എന്നെ വിജയിപ്പിച്ചേ തീരൂ എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതും. VM റസാഖ്, PK സൈനബ, M മുജീബ് റഹ്മാൻ, E പത്മാക്ഷൻ എന്നിവർ പത്രികാ സമർപ്പണത്തിൽ പങ്കാളികളായി. നിലമ്പൂരിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന UDFനും LDFനുമെതിരെ ഇക്കുറി നിലമ്പൂർ ജനത വിധിയെഴുതും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുക്കളാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. നിലമ്പൂരിൽ വികസനത്തിനാണ് NDA വോട്ട് തരുന്നത്. എല്ലാ വിഭാഗങ്ങളുടെയും വലിയ പിന്തുണ ഇക്കുറി ലഭിക്കുന്നുണ്ട്. ഇക്കുറി നിലമ്പൂരിൽ NDAക്ക് അനുകൂല ജനവിധിയുണ്ടാകുമെന്നും ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു. ഒന്നും താരതമ്യം ചെയ്യേണ്ട, അതിനൊക്കെ മറികടന്ന് പുതിയ 2026 കേരളത്തിന്റെ പൊതു സമൂഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJP മുന്നണിക്കും അനുകൂലമായിട്ടാണ്. അത് നമുക്കറിയാം, നിങ്ങൾക്ക് പത്രദൃശ്യ മാധ്യമങ്ങൾക്കും സാധാരണക്കാർക്കും കൃത്യമായിട്ട് അറിയാം. BJPക്ക് വലിയൊരു സ്പേസ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അതിന്റെ അപ്പുറത്തൊരു സ്പേസ് കേരളത്തിലുണ്ട്. ജനങ്ങൾ അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം നിലമ്പൂരിന്റെ എല്ലാ ഗ്രാമമേഖലകളിലും ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നു. VP സുബ്രഹ്മണ്യൻ, സന്തോഷ് അരയക്കണ്ടി, GG ഗിരീഷ്, K പ്രഭാകരൻ എന്നിവർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.